ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സേഫായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ചെറുതായിട്ട് ജലദോഷമുണ്ട്, അപ്പോൾ സൗണ്ടൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇത് 2 ദിവസത്തെ വീഡിയോയാണ്, 2 ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. 2 ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണിത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പൂരമായിരുന്നു, അതിൻ്റെ തലേ ദിവസത്തെ കാര്യങ്ങളും കൂടിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ചേർക്കുന്നത്. ഇതിപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ അമ്മയ്ക്ക് ചെറുതായിട്ടൊരു വയ്യായ വന്നു. എന്താ പറയുക, ഒരു 20 കിലോ വെയിറ്റ് അമ്മ ഒറ്റയടിക്ക് എടുത്ത് പൊക്കി. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോൾ തന്നെ പാറു എനിക്ക് പുറം വേദനയാണ് എന്ന് പറഞ്ഞിട്ടാണ് അമ്മ എണീറ്റപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ പൂരം കൊള്ളായി, തലേ ദിവസമാണ്, പൂരത്തിൻ്റെ തലേ ദിവസമാണ്. അങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ അമ്മാവൻ്റെ വണ്ടി വിളിച്ചു. ഞാനും ചേച്ചിയും അമ്മാവൻ്റെ കുട്ടിയും അമ്മാവനും കൂടിയിട്ട് അമ്മേനെ അവിടെ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അവിടെ ECG പറഞ്ഞു കേട്ടോ. ECG എടുത്തു. പക്ഷെ അമ്മ എല്ലാം അറിയണ പോലെയാണ് നോക്കുന്നത്. പിന്നെ ECG ഒക്കെ എടുത്തപ്പോൾ കുഴപ്പമില്ല, വെയിറ്റ് എടുത്തേൻ്റെയാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചൂട് പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ മരുന്നൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചു പോവുകയാണേ. ഇതെൻ്റെ അമ്മാവനാണ്, ഇത് അമ്മാവൻ്റെ മോനാണ് ദേവുട്ടൻ. അങ്ങനെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് തിരിച്ചു പോന്നു. അപ്പോൾ അതേ പോകുന്ന വഴിക്ക് ചായക്കടയിൽ കയറി. സത്യം പറഞ്ഞാൽ വണ്ടി വന്നപ്പോഴത്തേക്ക് അമ്മയുടെ പകുതി അസുഖം മാറി കേട്ടോ, വയ്യായി മാറി. അപ്പോൾ തന്നെ നമുക്ക് സമാധാനമായി. അങ്ങനെ നമ്മൾ ഇടിയപ്പം, നൂലപ്പം, നൂൽപുട്ട്, ഇടിയപ്പം എന്നൊക്കെ പല സ്ഥലങ്ങളിൽ പറയും. അങ്ങനെ അതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഹോട്ടലിൽ പോയപ്പോൾ അതവിടെ ഉണ്ട്, അപ്പോൾ അത് നമ്മൾ വാങ്ങി. പിന്നെ ദേവുട്ടിന് ദോശ മതി എന്ന് പറഞ്ഞു. അമ്മാവനൊന്നും കഴിച്ചില്ല, എന്താണാവോ. അങ്ങനെ ഞങ്ങൾ ഇടിയപ്പം ദോശയും കഴിച്ചു, പിന്നെ ചായ കുടിച്ചു. പിന്നെ രാവിലെ തന്നെ ഹോസ്പിറ്റൽ കേസ് എന്ന് പറഞ്ഞ് അമ്മാവനെ ഓട്ടം വിളിച്ചപ്പോൾ ദേവുട്ടനും അതുപോലെ അവൻ്റെ ചേട്ടനൊന്ന് പേടിച്ചു, എനിക്ക് എന്തെങ്കിലും പറ്റിയിട്ടാണോ ഹോസ്പിറ്റലിൽ പോകണേന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ചാടി വന്നു അനിയൻകുട്ടൻ. അങ്ങനെ വീട്ടിലെത്തി. നല്ല വെയിലാണല്ലോ, അപ്പോൾ തണ്ണിമത്തം കഴിച്ചു. പിന്നെ ഫുൾ ക്ലീനിങ് പരിപാടിയിലായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം ഫുള്ള് ബിസിയായിരുന്നു. പിന്നെ നാളെ, അതായത് പൂരത്തിൻ്റെ അന്ന് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരും. അമ്മയും മേമയും അച്ഛനും വന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീട് പൂരത്തിൻ്റെ ഭാഗമായിട്ടും ആകെ ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ പിറ്റേ ദിവസമായി. തൊട്ടടുത്ത് തന്നെ ഏട്ടൻ്റെ ബന്ധുക്കളുടെ വീടുണ്ട്, അപ്പോൾ അവിടേക്ക് അമ്മയും മേമയും അച്ഛനും കൂടി പോയി. അപ്പോൾ അമ്മാവനും അമ്മായിയും 2 മക്കളും അതുപോലെ വല്യമ്മയുടെ കുട്ടിയും പൊന്നു ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച്, ബിരിയാണി ആയിരുന്നു, അതൊക്കെ കഴിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെയായിരുന്നു. പിന്നെ നട്ടുച്ച വെയിലാട്ടോ, ഭയങ്കര ചൂട്. എനിക്ക് കിടക്കാനും പറ്റുന്നില്ല, ഇരിക്കാനും പറ്റുന്നില്ല, ആകെ വിമിഷ്ടമായിരുന്നു. അപ്പോൾ ഏട്ടൻ സുഖമായിട്ട് പാട്ടും വെച്ച് തിണ്ണയിൽ കിടന്നു, അമ്മ അകത്തും കിടന്നു. അങ്ങനെ പുറത്ത് നല്ല ചൂടുണ്ടാവും, എനിക്ക് ആകെ വീർപ്പുമുട്ടലായിരുന്നു. അങ്ങനെ വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ പൂരം കാണാനായിട്ട് ഇറങ്ങി. അപ്പോൾ തറവാട്ടിലേക്കാണ് പോകുന്നത്, അതായത് അമ്മാവൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. പോണ വഴിയിലൊക്കെ നല്ല ഭംഗിയിൽ മാലബൾബൊക്കെ ഇട്ട് നല്ല ഒരു വഴി, എന്താ പറയുക, നല്ലൊരു യാത്രയായിരുന്നു. അങ്ങനെ ഫുള്ള് ലൈറ്റ് വെട്ടത്തോടെ അങ്ങനെ പോയി. അതായത് സ്റ്റാർട്ടിങ് പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് അമ്മാവൻ്റെ വീട്, നമ്മുടെ സമുദായത്തിൻ്റെ കെട്ടിടവും. അവിടെ നിന്നാണ് പൂരം തുടങ്ങണേ. അപ്പോൾ നമ്മൾ അവിടെ എത്തി തറവാട്ട് പോയിട്ട് ഊണ് കഴിച്ചു. നമ്മൾ എന്നിട്ട് പൂരം കാണാനായിട്ട് റോട്ടിലേക്ക് കയറി കേട്ടോ. കാവടി ഉണ്ടായിരുന്നു, അതുപോലെ മറ്റേ ശിങ്കാരിമേള ഉണ്ടായിരുന്നു. പിന്നെ ഒരു വണ്ടിയിൽ ഇങ്ങനെ പേപ്പറൊക്കെ പറക്കില്ലേ, അങ്ങനെ അതുപോലെ ആ വണ്ടിയിൽ നിന്ന് തീ വരുന്നുണ്ടായിരുന്നു, പുകയൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും ഡാൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല വൈബായിരുന്നു. നാട്ടുകാരും ഒക്കെ എന്താ നിൽക്കുന്നത്, തോർത്ത് ഇട്ടത് എൻ്റെ അമ്മാവനാട്ടോ. അങ്ങനെ നല്ല രസമായിരുന്നു. കണ്ടോ, വണ്ടി കണ്ടോ, ഇപ്പം തീ വരും. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തീ വരില്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നോക്കുമ്പോഴാണ് ആ തീ വരുന്നത്. കണ്ടോ. അപ്പോൾ അന്തരീക്ഷത്തിൽ ഫുള്ളൊരു ചൂടാണ്, വല്ലപ്പോഴും അത് വരുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ദേവുട്ടൻ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ആദ്യമൊക്കെ കുട്ടീനോട് ഞാൻ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു കളിക്കിതേവ് എന്നേ സമ്മതിച്ചില്ല. പിന്നെ എപ്പോഴും ആൾക്ക് പെട്ടെന്ന് സ്പിരിറ്റ് കയറി, അടുത്തൊന്നും കണ്ടില്ല, അധികം നേരം അവിടെ നിന്നില്ല. പിന്നെ നമ്മൾ നേരെ പൂരപ്പറമ്പിലേക്ക് വന്നു കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ച അത്ര പോലെ ആൾക്കാരുണ്ടായില്ല, എന്നാലും കുഴപ്പമില്ല. പൂരം വന്ന് കയറുമ്പോഴാണ് ഇനി ആൾക്കൂട്ടുണ്ടാവുക. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.